ഈ വീഡിയോ പ്രഗ്നൻസി കഴിഞ്ഞ് മുടി കൊഴിച്ചിലായിട്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഡെലിവറി കഴിഞ്ഞ് കുളിക്കുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ കൈ നിറയെ മുടി കിട്ടുന്നുണ്ടോ? വീടിന്റെ എല്ലാ ഭാഗത്തും മുടി വീണ് കിടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ഹെയർ ലോസ് ആയിരിക്കും. പോസ്റ്റ്മോർട്ടം ഹെയർ ലോസ് എന്താണ്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, എപ്പോഴാണ് അതിന് ചികിത്സ തുടങ്ങുന്നത് എന്നെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രഗ്നൻസി കഴിഞ്ഞ് മുടി കൊഴിയുന്നത് പല സ്ത്രീകളിലും കാണുന്ന സാധാരണ ഒരു അവസ്ഥയാണ്. പ്രഗ്നൻസി സമയത്ത് ഈസ്ട്രജൻ ഹോർമോൺ കൂടുതലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൊഴിയേണ്ട മുടി തലയിൽ അങ്ങനെ തന്നെ കൂടുതൽ കാലം നിൽക്കും. അതുകൊണ്ടാണ് പ്രഗ്നൻസി സമയത്ത് പല സ്ത്രീകളിലും മുടി ആരോഗ്യത്തോടും നല്ല ഡെൻസിറ്റിയോടും ഉണ്ടാവുന്നത്. പക്ഷേ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈസ്ട്രജൻ ഹോർമോൺ പെട്ടെന്ന് കുറയാൻ തുടങ്ങും. അപ്പോൾ പ്രഗ്നൻസി സമയത്ത് കൊഴിയാതിരുന്ന മുടിയെല്ലാം റെസ്റ്റിംഗ് ഫേസിലേക്ക് കടക്കും. പെട്ടെന്ന് ആഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം ഈ മുടിയെല്ലാം ഒരുമിച്ച് കൊഴിയാൻ തുടങ്ങും. ഇതിനെയാണ് പോസ്റ്റ്മോർട്ടം ഹെയർ ലോസ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ടീലോജൻ എഫ്ലിയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പല അമ്മമാരും കുളിക്കുമ്പോൾ കൈ നിറയെ മുടി പോകുന്നു അല്ലെങ്കിൽ ചെയ്യുമ്പോൾ മുടി കെട്ടായിട്ട് കൊഴിയുന്നു എന്ന് പറയുന്നത്. മിക്ക സ്ത്രീകളിലും ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 2 മുതൽ 4 മാസം വരെയുള്ള കാലയളവിലാണ് തുടങ്ങുന്നത്. ചിലരിൽ ഇത് 6 മാസം വരെയും തുടരുകയും ചെയ്യും. മിക്കവർക്കും ഒരു വർഷത്തിനുള്ളിൽ മുടിയുടെ വളർച്ച സാധാരണഗതിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. പക്ഷേ എല്ലാ ഹെയർ ഫോളും പോസ്റ്റ്മോർട്ടം ഹെയർ ലോസ് എന്ന് കരുതരുത്. തൈറോയ്ഡ് പ്രശ്നങ്ങൾ, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, വൈറ്റമിൻ D ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി, സ്ട്രെസ്, ഉറക്കക്കുറവ് എന്നിവയും ഹെയർ ഫോൾ കൂട്ടാം. പ്രത്യേകിച്ച് ഹെയർ ഫോൾ വളരെ കൂടുതലാണെങ്കിൽ, ഡെലിവറി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ, സ്കാൽപ്പ് കൂടുതൽ വിസിബിൾ ആവുക, ഹെയർ ലൈൻ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പരിശോധന നടത്തണം. കാരണം ഇതിന് പിറകിൽ ചിലപ്പോൾ വേറെയും കാരണങ്ങളുണ്ടാവാം. ഇത് കുറയ്ക്കാൻ പോസ്റ്റ്മോർട്ടം കാലത്ത് ആവശ്യമായ അളവിൽ പ്രോട്ടീൻ കഴിക്കുകയും ആവശ്യമെങ്കിൽ അയൺ, തൈറോയ്ഡ്, ഫെറിറ്റിന്, വൈറ്റമിൻ D, വൈറ്റമിൻ B12 ഒക്കെ പരിശോധിക്കുകയും വേണം. ഡെലിവറി കഴിഞ്ഞ ഉടനെ ക്രാഷ് ഡയറ്റ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം സഡൻ ആയിട്ടുള്ള വെയിറ്റ് ലോസ് ശരീരത്തിന് സ്ട്രെസ് കൂട്ടുകയും ഹെയർ ഫോൾ വർദ്ധിപ്പിക്കാനും കാരണമാകും. ഞാൻ പോസ്റ്റ്മോർട്ടം ഹെയർ ലോസ് ട്രീറ്റ് ചെയ്യുമ്പോൾ ഹെയർ ലോസ് എന്ന് തുടങ്ങി, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ടോ, പ്രോട്ടീൻ ടേക്ക് എങ്ങനെയുണ്ട്, തൈറോയ്ഡ് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ, ഉറക്കക്കുറവോ അങ്ങനെ കാര്യങ്ങളുണ്ടോ, അത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് തുടങ്ങാറ്. കാരണം പല സ്ത്രീകളും പോസ്റ്റ്മോർട്ടം ഹെയർ ലോസിനോടൊപ്പം അയൺ ഡെഫിഷ്യൻസി, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് മറ്റു കാരണം ഉണ്ടാവും. അപ്പോൾ അവ കണ്ടെത്തിയിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ ഹെയർ ലോസ് വേഗം റിക്കവർ ചെയ്യാൻ സഹായിക്കും. ഏറ്റവും പ്രധാനമായിട്ട് പോസ്റ്റ്മോർട്ടം ഹെയർ ലോസ് ഒരു താൽക്കാലിക അവസ്ഥയാണ്. ശരിയായ പോഷകാഹാരവും കൃത്യമായ ചികിത്സയും ഫോളോ അപ്പും ലഭിക്കുകയാണെങ്കിൽ മിക്ക സ്ത്രീകളിലും മുടിയുടെ വളർച്ച മെച്ചപ്പെടുത്താൻ പറ്റും. ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഹെയർ ലോസ് ഉണ്ടായിരുന്നു, കമന്റിൽ നിങ്ങളുടെ അനുഭവം എഴുതുക. അടുത്ത വീഡിയോയിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഹെയർ ഫോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ആഹാരങ്ങളും ചികിത്സാ രീതികളും വിശദമായിട്ട് പറഞ്ഞുതരാം. ആ വീഡിയോ കാണാനായിട്ട് ഇപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക.